ഓഹരിവണ്ണം ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തിട്ടുള്ള ഒരു ട്രേഡിന്റെ എൻട്രി, എക്സിറ്റ് പോയിന്റ്, അതേപോലെ തന്നെ അതിന്റെ ട്രേഡ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ട്രേഡ് എടുത്തതിന്റെ റീസൺ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ലാസ്റ്റ് വീക്ക് നമ്മൾ ട്രേഡ് എടുത്തത് ഡീലിംഗിലായിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാനുള്ള അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കിന്റെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ടെക്നോളജിയിലെ അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഡാറ്റാ സെന്റർ റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഡീലിംഗും വളരെ ബുള്ളിഷ് ആയിരുന്നു. ഡീലിംഗിൽ ഡെയിലി ചാർട്ടിൽ ഒരു ബ്രേക്ക് ഔട്ട് വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അതിന്റെ കണ്ടിന്യൂഷൻ വന്നില്ല. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ മുതൽ ആ ഒരു സ്റ്റോക്കിന്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്തതാണ്. അപ്പം ആ ഒരു പോയിന്റ് തൊട്ട് അതിനുള്ളിൽ ഞാൻ എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കുകയാണ്. അതായത് നമ്മൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിച്ച് ഇല്ലെങ്കിൽ സെക്ടേഴ്സ് കണ്ടുപിടിച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എൻട്രി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഡീലിംഗ് ഓൾറെഡി ബുള്ളിഷ് ആയിരുന്നു. അതേപോലെ തന്നെ സെക്ടർ ഇല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി വലിയ കുഴപ്പമില്ല, ബുള്ളിഷ് ആണ് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പിന്നെ മാർക്കറ്റും ആ ഒരു ഇലക്ഷന്റെ നമുക്കറിയാം ആ ഒരു എന്താ പറയുക ആ ഒരു 3-4 മാസത്തെ കൺസോൾട്ടേഷന് ശേഷം പുതിയൊരു എന്താ പറയുക പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുകയും വളരെ വളരെ സ്ട്രോങ് ആയിരുന്നു നമ്മളുടെ മാർക്കറ്റും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് ഞാൻ കൺസിഡർ ചെയ്യാനുള്ളതിന്റെ കാരണം. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ഈ ഒരു സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റോക്ക് വളരെ വലിയ രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷം രൂപയാണ് ഞാൻ ഈ ഒരു സ്റ്റോക്കിൽ നിക്ഷേപിച്ചത്. ഏകദേശം 10% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു. 4% ആണ് സ്റ്റോപ്പ് ലോസ് എടുത്തത്. 1:2.5 ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഏകദേശം 3 ദിവസമായിരുന്നു ഈ ഒരു ട്രേഡിൽ എൻ്റെ ഹോൾഡിംഗ് പീരീഡിൽ. അപ്പം നമുക്ക് ഏതായാലും ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ നിന്നിട്ട് നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ഇതാണ് ഡീലിംഗിന്റെ ചാർട്ട്. ഇപ്പൊ ഡീലിംഗ് ഓൾറെഡി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് അറ്റംപ്റ്റ് നടത്തി. അതിനുശേഷം വീണ്ടും ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ തന്നു. അപ്പം ഈ ഒരു സ്റ്റേജ് തൊട്ട് ഈ ഒരു സ്റ്റോക്കിന്റെ വാച്ച് ലിസ്റ്റിലുണ്ട്. അപ്പം ഇതിലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം അതിനുശേഷം ഈ ഒരു സ്റ്റോക്കിൽ സെല്ലിങ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു സെല്ലിങ്ങിന് ശേഷം വീണ്ടും ഈ ഒരു സ്റ്റോക്ക് തിരിച്ചു കയറാൻ വേണ്ടി ശ്രമിച്ചു. ഈ ഒരു തിരിച്ച് കയറാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഓക്കെ ഇതിന് സ്ട്രെങ്ത് ഉണ്ട് ഇല്ലെങ്കിൽ ഇതിന് മുകളിലോട്ട് പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി. അതിനുശേഷം ആ ഒരു ലെവലിൽ വീണ്ടും അവിടെ സെല്ലിങ് വന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം ഈ ഒരു വീണ്ടും സെല്ലിങ് വന്നു. പിന്നെ ആ ഒരു സെല്ലിങ് ഇവിടെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ നമുക്ക് പുൾ ബാക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു പുൾ ബാക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മളുടെ കോഴ്സും കാര്യങ്ങളൊക്കെ എടുത്തവർക്ക് പുൾ ബാക്കിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പം ഇവിടെ ഒരു പുൾ ബാക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന് മുകളിലോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഒരു ആന്റിസിപ്പേഷൻ എൻട്രിയാണ് ആക്ച്വലി എടുക്കുന്നത്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കൺഫർമേഷൻ ഇല്ലാതെ പുൾ ബാക്കിന്റെ പുറത്ത് നമുക്കൊരു ബ്രേക്ക് ഔട്ട് വരുമെന്നുള്ളൊരു എക്സ്പെക്ടേഷന്റെ പുറത്താണ് എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 473 ലെവലിലായിരുന്നു ഞാൻ എൻട്രി എടുത്തത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏകദേശം 455 ലെവലിലായിരുന്നു. അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ 4% ഇല്ല 4.4% സ്റ്റോപ്പ് ലോസ് ആയിരുന്നു നമുക്കിവിടെ ഉണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം നെക്സ്റ്റ് ഡേ വീണ്ടും ഈ ഒരു സ്റ്റോക്ക് അപ്സൈഡ് പോയി. പക്ഷേ ഈ ഒരു പോയിന്റിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് വീണ്ടും താഴോട്ട് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. വീണ്ടും അവിടെ ഒരു സെല്ലിങ് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ടെങ്കിൽ വളരെ സഡൻ മൂവ്മെന്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ഡേ ഇവിടെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ടാണ് വന്നത്. അപ്പം ഇത് ഈ ജൂലൈ ഫസ്റ്റ് വീക്കാണ് നമുക്കിവിടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ എക്സിറ്റ് ചെയ്തു ഈ ഒരു ട്രേഡിൽ നിന്ന്. അതിന്റെ കാരണം എന്ന് പറയുന്നത് 3 ദിവസം കൊണ്ട് തന്നെ ഏകദേശം നമുക്ക് 10% മുകളിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഏകദേശം 520 ലെവലിലാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏകദേശം 10,000 അടുത്ത് പ്രോഫിറ്റ് കിട്ടിയ സാഹചര്യത്തിൽ മാത്രമല്ല മാർക്കറ്റ് ഓൾറെഡി എക്സ്റ്റെൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ രീതിയിലുള്ളൊരു സെല്ലിങ് വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് എനിക്ക് ഒരു മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ട്രേഡിൽ നിന്ന് പെട്ടെന്ന് തന്നെ എക്സിറ്റ് ചെയ്തത്. പക്ഷേ ആ ഒരു സ്റ്റോക്ക് അവിടെയൊന്നും നിന്നില്ല. അതിനുശേഷം വളരെ നല്ല രീതിയിൽ വീണ്ടും മൂവ് ചെയ്തു. നമ്മൾ എക്സിറ്റ് ചെയ്തിടത്തുനിന്ന് വളരെ വലിയ രീതിയിൽ മൂവ് ചെയ്തു. ഇപ്പോൾ ഇന്നൊക്കെ ഇന്നും വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്തു. നമ്മൾ ആ ഒരു ട്രേഡ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുമായിരുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം 1:10 അല്ലെങ്കിൽ 1:11 അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസ്ക് റിവാർഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചേനെ. പക്ഷെ കുഴപ്പമില്ല, 1:2.5 ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഇതാണ് ഞാൻ ട്രേഡ് എടുത്തതിൻ്റെ റീസണും ഇതായിരുന്നു എൻ്റെ എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ഇതൊക്കെ കണ്ട് ലൈവ് ട്രേഡിലോട്ട് പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ
പൊസിഷൻ സൈസിങ് നിങ്ങളുടെ ക്യാപിറ്റലിനെ ബേസ് ചെയ്ത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കാരണം പൊസിഷൻ സൈസിങ് ഇതിനുള്ളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.